ഭൗതികശാസ്ത്ര നിയമങ്ങളെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിയാൻ സാധിക്കുമോ? 2700-ലധികം അടി ഉയരമുള്ള ദുബായിലെ ബുർജ് ഖലീഫയിൽ ഓരോ ദിവസവും നടക്കുന്നത് അങ്ങനെ ഒരു അത്ഭുതമാണ്. സാധാരണ രീതിയിൽ താഴെ നിന്ന് ഒരൊറ്റ പൈപ്പ് വരി മുകളിലേക്ക് വെള്ളമടിച്ചാൽ ഉണ്ടാകുന്ന 1200 PSI അമിതമർദ്ദം കാരണം പൈപ്പുകൾ ബോംബ് പോലെ പൊട്ടിത്തെറിക്കും. എന്നിട്ടും യാതൊരു തടസ്സവുമില്ലാതെ ഇത്രയും ഉയരത്തിൽ വെള്ളം എത്തിക്കാൻ എഞ്ചിനീയർമാർ ഉപയോഗിച്ച ആരും പറയാത്ത അതിശയകരമായ സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. ബുർജ് ഖലീഫയ്ക്ക് പ്രതിദിനം 2,50,000 ഗാലൻ വെള്ളം ആവശ്യമുണ്ട്. ഇത്രയും വലിയ വെള്ളത്തിന്റെ മർദ്ദം പൈപ്പുകൾ താങ്ങില്ല എന്ന് മനസ്സിലാക്കിയ എഞ്ചിനീയർമാർ ഈ കെട്ടിടത്തെ 7 മെക്കാനിക്കൽ സോണുകളായി തിരിച്ചു. അതായത് ഓരോ 30 നിലകളിലും ഓരോ പ്രത്യേക വാട്ടർ ടാങ്കുകളും പമ്പുകളും സ്ഥാപിച്ചു. ബേസ്മെന്റിൽ നിന്നുള്ള വെള്ളം ആദ്യം 40-ാം നിലയിലെ ടാങ്കിലെത്തും. അവിടെയുള്ള അടുത്ത പമ്പ് അതിനെ 70-ാം നിലയിലേക്ക് തള്ളും. ഇങ്ങനെ ഓരോ പമ്പും 30 നിലകൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിനാൽ പൈപ്പുകൾക്ക് യാതൊരു അപകടവും സംഭവിക്കാതെ വെള്ളം മുകളിലെത്തുന്നു. വെള്ളം മുകളിൽ എത്തിക്കുന്നത് പോലെ തന്നെ വലിയ വെല്ലുവിളിയാണ് 163-ാം നിലയിൽ നിന്നുള്ള മലിനജലം താഴേക്ക് കൊണ്ടുവരിക എന്നത്. ഈ വെള്ളം അതിവേഗത്തിൽ താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം കാരണം താഴത്തെ നിലകളിൽ ടോയ്ലറ്റുകൾ റിവേഴ്സ് അടിക്കാതിരിക്കാൻ ഒരു വലിയ പിസ്സയേക്കാൾ വീതിയുള്ള, അതായത് 24 ഇഞ്ച് വ്യാസമുള്ള വലിയ പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മരുഭൂമിയിലെ 50 ഡിഗ്രി ചൂടിൽ നിന്ന് കെട്ടിടത്തെ സംരക്ഷിക്കാൻ 26,000 പ്രത്യേക ഗ്ലാസ് പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി രാത്രികാലങ്ങളിൽ ബേസ്മെന്റിൽ ടൺ കണക്കിന് ഐസ് സ്ലറി നിർമ്മിക്കുകയും പകൽ സമയത്ത് ഈ ഐസ് ഉരുക്കി ആ തണുത്ത വെള്ളം കെട്ടിടത്തിലെ ലക്ഷക്കണക്കിന് AC-കളിലേക്ക് പമ്പ് ചെയ്താണ് ഈ ഭീമൻ കൊട്ടാരം തണുപ്പിച്ചു നിർത്തുന്നത്. 35,000 ആളുകൾ ഒരേ സമയം യാത്ര ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ ലിഫ്റ്റുകളുടെ ട്രാഫിക് ഒഴിവാക്കാൻ ഒരു നഗരത്തിലെ മെയിൻ ഹൈവേയും ലോക്കൽ റോഡുകളും വേർതിരിക്കുന്നത് പോലെയുള്ള സ്കൈ ലോബികൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും എക്സ്പ്രസ് ലിഫ്റ്റ് വഴി വെറും 2 മിനിറ്റിനുള്ളിൽ 150-ാം നിലയിലെത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിർമ്മാണ സമയത്ത് 2000 അടി ഉയരത്തിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യുമ്പോൾ കടുത്ത ചൂട് കാരണം അത് പൈപ്പിനുള്ളിൽ കട്ട പിടിക്കാതിരിക്കാൻ കോൺക്രീറ്റ് മിശ്രിതത്തിലേക്ക് ഐസ് കട്ടകൾ ചേർക്കുകയും പണികളെല്ലാം രാത്രി 9 മണിക്ക് ശേഷം മാത്രം നടത്തുകയുമാണ് എഞ്ചിനീയർമാർ ചെയ്തത്. പ്രതിസന്ധികളെ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെയും മികച്ച എഞ്ചിനീയറിംഗ് പ്ലാനിങ്ങിലൂടെയും മറികടന്ന ബുർജ് ഖലീഫ വരാനിരിക്കുന്ന തലമുറകൾക്ക് വലിയ കെട്ടിടങ്ങൾ പണിയാനുള്ള ഒരു മികച്ച പാഠപുസ്തകം തന്നെയാണ്. ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിലും വലിയ കെട്ടിടങ്ങൾ പണിയാൻ ഒരുങ്ങുമ്പോൾ ഈ സാങ്കേതിക വിദ്യകൾ ഇനിയും വികസിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് വിവരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.